ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ പാപം പ്രതാപ് എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ കഥ 90കളിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ 90കളിൽ അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. അവിടെ ബന്ധുക്കളും അവരും ഇവരൊക്കെയായി ഒരുപാട് പേര് വന്ന് വളരെ ഗ്രാൻഡായി ആ കല്യാണം നടത്തുന്നതായും, എന്നാൽ ആ കല്യാണം നടക്കുന്ന പയ്യന്റെ അച്ഛന് മാത്രം തന്റെ മകന്റെ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലാതിരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതിനൊരു മെയിൻ കാരണമുണ്ട്. ഇതൊരു ലവ് മാരേജ് ആണ്. അതെങ്ങനെ ഒരു ലവ് മാരേജ് ആയി മാറി എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ അവർ കാണിക്കുന്നു. നമ്മുടെ ഹീറോ അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടെ പഠിക്കുന്ന ബുജ്ജിമ എന്നൊരു പെൺകുട്ടിയുമായി ലവിലായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബുജ്ജിമ തലയിൽ ഒരുപാട് റിബണുകളൊക്കെ വാങ്ങി കളറായി കെട്ടിക്കൊണ്ടുവരും. അത് കാണുന്ന ഹീറോയ്ക്ക് നമുക്കെന്തൊരു റിബൺ കട തുടങ്ങി നമ്മുടെ ബുജ്ജിമയ്ക്ക് ഈ റിബണുകളൊക്കെ കൊടുത്തുകൂടാ എന്ന് തോന്നി തന്റെ അച്ഛനോട് റിബൺ കട തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നു. എടാ, പഠിച്ചു മുന്നേറുമെന്ന് വിചാരിച്ചപ്പോൾ റിബൺ കട തുടങ്ങാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ച് അച്ഛൻ അവനെ വഴക്ക് പറയുന്നു. ഇപ്പോൾ ഹീറോ വളർന്നു. ഈ ബുജ്ജിമ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൾ ഒരുപാട് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കും. അവൾക്ക് കുച്ചി ഐസ് വളരെ ഇഷ്ടമാണ്. അതും ഹീറോ പ്രതാപ് പുറകിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന്, അച്ഛാ ഞാൻ ഈ കുച്ചി ഐസ് വിൽക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യം വരുന്നു. എടാ, കോളേജിൽ പഠിക്കാൻ വിട്ടത് കുച്ചി ഐസ് വിൽക്കാനാണോ എന്ന് ചോദിച്ച് ഹീറോയെ അച്ഛൻ ഓടിച്ചിട്ട് തള്ളുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കഥ 98ലേക്ക് വരുന്നത്. അതുവരെ വൺ സൈഡായി സ്നേഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോ ഒരു ഘട്ടത്തിൽ ബുജ്ജിമയുമായി ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ബുജ്ജിമ തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നു. ആ പ്രണയത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ കല്യാണത്തിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ പെൺകുട്ടിയാണ് ലവ് ചെയ്യുന്നത്, ഇവളെ തന്നെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് വാശി പിടിച്ചാണ് അവനിപ്പോൾ ഈ കല്യാണം നടത്തുന്നത്. ഇതുകൊണ്ടാണ് ഹീറോയുടെ അച്ഛന് ഈ കല്യാണത്തിൽ തരിമ്പും താല്പര്യമില്ലാത്തത്. ഇപ്പോൾ കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന ഹീറോ തിരിഞ്ഞ് നമ്മുടെ ബുജ്ജിമയെ നോക്കുന്നു. അവിടെ ഹീറോയിൻ ബുജ്ജിമ അതിസുന്ദരിയാണ്. ഇവരും ആഹാ, താലി കെട്ടി ഇവളോടൊപ്പം ജീവിക്കാൻ തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന മട്ടിൽ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ആ കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ വന്നിട്ടുണ്ട്. അയാൾ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിങ്ങളല്ലേ സാർ അവിടെ എവിടെയൊക്കെ ഓടി നടക്കേണ്ടത്? നിങ്ങളുടെ കാൻഡിഡ് ഫോട്ടോസൊക്കെ ഞാൻ എടുക്കാം എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഹീറോയുടെ അച്ഛൻ ദേഷ്യപ്പെടുകയാണ്. അവിടെ മകൻ തന്റെ ഭാവി വധുവുമായി സംസാരിക്കുന്നത് കാണും തോറും അദ്ദേഹത്തിന് ദേഷ്യം കൂടുകയാണ്. അപ്പോഴാണ് അവിടെ ഹീറോയുടെ അമ്മയെ കാണിക്കുന്നത്. ഹീറോയുടെ അച്ഛൻ എത്ര ദേഷ്യക്കാരനാണെങ്കിലും തന്റെ ഭാര്യയുടെ വാക്കിന് അയാൾ വഴങ്ങും. ഇപ്പോൾ മണ്ഡപത്തിലേക്ക് വിളിച്ച് അവിടെ ഹീറോയുടെ കുടുംബവും ഹീറോയിന്റെ കുടുംബവും എല്ലാവരും ചേർന്ന് അവസാനം ഒരു ഫോട്ടോ എടുക്കുന്നു. ഇപ്പോൾ ഹീറോ കല്യാണം കഴിഞ്ഞ ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവരുടെ വീട്ടിലും വളരെ ഗംഭീരമായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം വീടിന്റെ വരാന്തയിലിരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഹീറോയ്ക്ക് ഫസ്റ്റ് നൈറ്റ് ആണ്. ഹീറോ റൂമിൽ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനലിലൂടെ അച്ഛൻ അസൂയോടെ നോക്കി നിൽക്കുന്നു. മകനെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് നീ ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും അധികം സന്തോഷിക്കണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പല ആണുങ്ങളും ഇവിടെ കഷ്ടപ്പെടുന്നത്. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ ഞാനും അങ്ങനെ ഒരു കുഴിയിലാണ് പോയി വീണത്. നീയും അതുപോലെ ഒരു പാതാളത്തിലേക്കാണ് പോയി വീഴാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അച്ഛാ, നിങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്താലും അവൾ സഹിച്ചോളും. അവൾ എൻ്റെ ബുജ്ജിമയാണ് എന്ന് പറഞ്ഞ് ഇവൻ പിന്നെയും ജോളിയായിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ബുജ്ജിമ ആ റൂമിലേക്ക് വരുന്നു. ഇവനും ചാടി കളിച്ച് ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷമായിരിക്കുന്നത് കാണിച്ച് ആ രാത്രി കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ആവുന്നു. അതേ സന്തോഷത്തോടെ നമ്മുടെ ഹീറോ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നാൽ അടുത്ത ദിവസം ഹീറോയിനിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങാത്തത് കാരണം പകൽ അവൾ പൂജാമുറിയിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ രാത്രിയും വരികയാണ്. ആ രാത്രിയും ഇവർ ഹാപ്പി ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോ വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് വരുന്നു. എന്നാൽ അടുത്ത ദിവസവും ഹീറോയിൻ അടുക്കളയിൽ ഇരുന്ന് ഉറങ്ങുന്നത് പോലെയും ഒരു ദോശ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതും ഒക്കെ അമ്മായിമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് ഈ പെൺകുട്ടി ദിവസവും ഇങ്ങനെ ഇരുന്നുറങ്ങുന്നത് എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ, അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്, എനിക്ക് നാണാവുന്നു എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ രാത്രിയും ഹീറോയിനെ എല്ലാവരും റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. ഹീറോയിൻ കുറച്ച് പേടിയോടെയാണ് ആ റൂമിലേക്ക് പോകുന്നത്. ഇപ്പോൾ പതിവ് പോലെ ഹീറോ ആ മൂന്നാമത്തെ ദിവസവും രാവിലെ വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു. കട്ട് ചെയ്താൽ അവിടെ ഒരു അരിക്കട കാണിക്കുന്നു. ഹീറോയുടെ അച്ഛനാണ് ആ കട നടത്തുന്നത്. ആ കടയിലേക്ക് ആ ഫോട്ടോഗ്രാഫർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്റെ മകനെ കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞ് ഓടി വരുന്നു. പക്ഷെ ഓടി വന്നിട്ട് ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. എടാ, ഒന്ന് പറയടാ, ഇല്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് അച്ഛൻ ചോദിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പുതുതായി വന്ന നിങ്ങളുടെ മരുമകൾ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് പോയി നോക്ക് എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട അച്ഛൻ ഭയങ്കരമായി ഞെട്ടി പോവാണ്. എന്ത്, വീട്ടിൽ വന്നിട്ട് വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ പഞ്ചായത്ത് വിളിച്ചോ എന്ന് പറഞ്ഞ അയാളും നാട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ അവിടെ വലിയൊരു ആൽമരം, അവിടെ പഞ്ചായത്ത് ലീഡർമാരൊക്കെ ഇരിക്കുന്നുണ്ട്. നാട്ടുകാരും കൂടിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഹീറോയിൻ ബുജ്ജിമ ആ പഞ്ചായത്ത് വിളിച്ചു കൂട്ടി നമ്മുടെ ഹീറോയുടെ പേരിൽ ചില പരാതികൾ പറയാണ്. സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ പ്രതാപും വരുന്നു. എന്താ ബുജ്ജിമ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? കല്യാണ ജീവിതത്തിൽ നമ്മൾ വളരെ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്? നമ്മൾ തന്നെ ലവ് ചെയ്തല്ലേ കല്യാണം കഴിച്ചത്? അങ്ങനെ എൻ്റെ മേൽ നീ എന്ത് കുറവാണ് കണ്ടത്? പറ
എന്നവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ബുജ്ജിമ്മയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നു. എന്താ, എൻ്റെ മകളാണോ പഞ്ചായത്ത് വിളിച്ചത്? എന്താ പ്രശ്നം എന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ വായ തുറക്കുന്നത്. ഇവൻ പകൽ സമയത്തൊക്കെ വളരെ നല്ലവനായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ രാത്രിയിൽ എന്ന് പറയാൻ തുടങ്ങുന്നു. എന്ത്, രാത്രിയിലോ? പറ എന്ന് എല്ലാവരും വായ പൊളിച്ച് നിൽക്കുകയാണ്. രാത്രിയിൽ ഇവൻ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ, നിന്റെ അടുത്ത് കിടക്കുമ്പോൾ എന്തു പറ്റി? അതൊന്ന് നിൽക്ക്, ഞാൻ മര്യാദയ്ക്ക് പറയാം. ഇവൻ രാത്രിയിൽ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഒരു മൃഗത്തെ പോലെയാണ് പെരുമാറുന്നത്. അതെന്താ മോളെ ഇങ്ങനെ പറയുന്നത്? മൃഗം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവൻ രാത്രിയിൽ പെട്ടെന്ന് എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങും. വായ അടക്കുകയേയില്ല. ഇവൻ ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരു അസുഖമുണ്ട്. എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഇവനെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു എന്ന് ബുജ്ജിമ്മ പറയുന്നു. ഇത് കേട്ട് പഞ്ചായത്തിലുള്ള നാട്ടുകാരൊക്കെ, എന്താ മോളെ, ഇതൊക്കെ ഒരു കാരണമാണോ? ഞങ്ങളുടെ വീട്ടിലൊക്കെ രാത്രിയിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്, അതിന് പിരിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്കിത് ഇഷ്ടമല്ല, ദയവ് ചെയ്ത് ഞങ്ങളെ പിരിച്ചുവിടണം. എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ബുജ്ജിമ്മ അവിടെ പറയാണ്. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയുടെ അച്ഛന് ഭയങ്കര ടെൻഷൻ ആവുന്നു. സംഭവ സ്ഥലത്ത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനും ഉള്ളതുകൊണ്ട് എന്ത് മര്യാദയ്ക്കാണ് താൻ തൻ്റെ മോളെ വളർത്തിയിരിക്കുന്നത്. വന്ന് 3 ദിവസം സകലതും സന്തോഷത്തോടെ അനുഭവിച്ചിട്ട് ഇപ്പോൾ അവൾ ബന്ധം വേർപ്പെടുത്തി പോകണമെന്ന് പറയുന്നു. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത് എന്ന് ചോദിച്ച് അയാൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഇവിടെ ഹീറോയിൻ്റെ അച്ഛനും ദേഷ്യം വരികയാണ്. വായ അടച്ചു വയ്ക്കടാ, എൻ്റെ മോളെ പറ്റി തെറ്റായി സംസാരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ അവർ തമ്മിൽ കയ്യേറ്റം നടക്കുന്നു. ഇപ്പോൾ പഞ്ചായത്തിലും ആ പെൺകുട്ടി എടുക്കുന്ന തീരുമാനമാണ് അന്തിമം എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ബുജ്ജിമ്മയുടെ അടുത്തേക്ക് ഹീറോ പ്രതാപ് വരുന്നത്. ഹേയ്, എന്താടി ഇത്? നമ്മൾ പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്? ഇതൊക്കെ പഞ്ചായത്ത് വിളിച്ചാണോ പറയേണ്ടത്? എൻ്റെ വീട്ടിൽ വെച്ച് എന്നോട് പറയാറുന്നില്ലേ എന്നവൻ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അന്ന് രാവിലെ റൂമിൽ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ നിന്നോടിത് പറയാൻ വന്നതാണ്. പക്ഷെ നീ രാത്രിയിൽ നടക്കുന്ന ഒന്നും പകൽ സംസാരിക്കേണ്ട, രാത്രി സംസാരിക്കാന്ന് പറഞ്ഞു ഒഴിമാറി. അടുത്ത ദിവസം നീ TV-യിൽ സീരിയൽ കാണുമ്പോൾ ഞാൻ പറയാൻ വന്നതാണ്. അപ്പോൾ നീ സീരിയലിൽ മുഴുകിപ്പോയി. പറയാൻ വന്നത് കേൾക്കാതെ വിട്ടു. പ്രണയിക്കുന്ന സമയം വരെ നീ എനിക്ക് തന്നിരുന്ന വില കല്യാണത്തിന് ശേഷം ഇല്ലാതായല്ലോ. ഇനി എനിക്ക് എവിടെ പോയി പറയണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സ്ഥലത്ത് വന്ന് പറയുന്നത്. ഇപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹത്തിനൊരു വില കൊടുക്ക് എന്നവൾ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ വന്ന ഹീറോയിനും അവളുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അവിടെ ഹീറോയുടെ അമ്മ കൂടെ വന്ന് എങ്ങനെയൊക്കെയോ സംസാരിച്ച് നോക്കുന്നുണ്ട്. ഇല്ല ആൻറ്റി, അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൻ ഉറക്കത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതൊന്ന് ശരിയാക്കിയിട്ട് വേണമെങ്കിൽ വന്ന് എന്നെ വിളിക്കാൻ പറ. അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല എന്നവൾ പറയുന്നു. ഇപ്പോൾ ഹീറോയുടെ വീടിന്റെ മുന്നിൽ ഹീറോയിന്റെ അച്ഛനും കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ട് ഹീറോയുടെ അച്ഛൻ വരുന്നുണ്ട്. അയാളും ഇയാളെ നോക്കി കാർക്കിച്ച് തുപ്പുന്നു. ഹീറോയിൻ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ തന്റെ ഭർത്താവിന്റെ അച്ഛന്റെ കാൽക്കൽ വീണ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ വീടിന്റെ പടിവാതിൽക്കൽ വന്ന ഭാര്യയെ ഹീറോ യാത്രയാക്കുന്നു. അവൻ തിരിഞ്ഞ് അച്ഛനെ നോക്കുകയാണ്. ഹീറോയുടെ അച്ഛനും ദേഷ്യത്തോടെ തുപ്പുന്നു. ഇതാണോടാ നിന്റെ ലവ് മാരേജ്? ഇതിന് ഞാൻ തന്നെ നിനക്കൊരു നല്ല പെണ്ണിനെ കണ്ട് കല്യാണം കഴിപ്പിച്ചു തരുമായിരുന്നല്ലോ. ഉറക്കത്തിൽ സംസാരിക്കുന്നത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് അവൾ നിന്നെ വിട്ടുപോകുന്നു. ശരിക്കും നീ ഉറക്കത്തിൽ സംസാരിച്ചത് മാത്രമാണോ പ്രശ്നം, അതോ വേറെ എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ എന്ന് ചോദിച്ച് ഇപ്പോൾ ഹീറോയെയും അയാൾ ചെരുപ്പൂരി അടിക്കാൻ പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവരുടെ അമ്മയാണെങ്കിൽ ഇതൊക്കെ വലിയ തെറ്റാണ് മോളെ, ഇതിനുശേഷം അവരൊക്കെ വിചാരിച്ചാൽ പോലും നിങ്ങളെ ചേർത്ത് വെക്കില്ല. ഇങ്ങനെയൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊന്നും ഹീറോയിൻ കേൾക്കുന്നില്ല. ഇപ്പോൾ ഹീറോയിന്റെ അമ്മയും ഹീറോയിന്റെ അച്ഛനുമായിട്ടാണ് വഴക്കിടുന്നത്. നിങ്ങൾ അമിതമായ വാത്സല്യം കൊടുത്ത് വളർത്തിയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ അഹങ്കാരത്തോടെ ബിഹേവ് ചെയ്യുന്നത് എന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ നാട്ടിൽ മുഴുവൻ ഇതേ സംസാരമാണ്. എന്ത്, പ്രതാപ് സംസാരിക്കുന്നതുകൊണ്ടാണോ അവന്റെ ഭാര്യ പിരിഞ്ഞു പോയത്? ഈ ചെറിയ കാര്യത്തിനാണോ പിരിഞ്ഞു പോയത് എന്ന് എല്ലാവരും നമ്മുടെ ഹീറോയെ കളിയാക്കി സംസാരിക്കുന്നു. ഇതൊക്കെ ഹീറോയുടെ അച്ഛനും ഒരു വലിയ അപമാനമാവുന്നു. ഹീറോ ആണെങ്കിൽ രാത്രി ഉറക്കത്തിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ചില നാടൻ മരുന്നുകളൊക്കെ കുടിക്കുന്നതും ചില നാടൻ ഗുളികകളൊക്കെ കഴിക്കുന്നതുമായി കാണിക്കുന്നു. ഹീറോയിൻ തന്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നാലും തന്റെ കാമുകനായ ഹീറോയെ പറ്റി തന്നെയാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോ ഇടയ്ക്കിടെ ഹീറോയിനെ കോൾ ചെയ്യും. നീ ഇല്ലാതെ എനിക്ക് കഴിയുന്നില്ലടി, ദയവ് ചെയ്ത് തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് അവൻ കരയും. ഞാൻ വരാൻ റെഡിയാണ്, പക്ഷെ നീ രാത്രി സമാധാനമായി ഉറങ്ങണം, ഡിസ്റ്റർബ് ചെയ്യാതെ ഉറങ്ങണം, അതിനായി നീ നിന്നെ തന്നെ റെഡിയാക്ക് എന്ന് അവളും പറയുന്നു. ശരി, ഓക്കെ, ഇവള് പറഞ്ഞതുപോലെ നമ്മൾ ഈ പോഷക ഗുണമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഇതൊന്ന് പൂർണ്ണമായി മാറ്റിയെടുക്കണം എന്ന് കരുതി ഹീറോ ഒരുപാട് കഴിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തിൽ കൂടുതൽ കടന്നു പോകുന്നു. എന്നിട്ടും ഹീറോയിൻ തിരികെ വരുന്നില്ല. ഹീറോയ്ക്കും ആ ഉറക്കത്തിൽ സംസാരിക്കുന്ന ശീലം മാറുന്ന ലക്ഷണവുമില്ല. ഇതൊക്കെ കാണുന്ന ഹീറോയുടെ അച്ഛന് ഭയങ്കര ദേഷ്യം വരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണുകയാണ്. ഇതിനു ശേഷവും ആ പെൺകുട്ടിയെ വിശ്വസിച്ച് എൻ്റെ മകന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മകന് വേറൊരു പെൺകുട്ടിയുമായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പെൺകുട്ടി അറിയാമോ എന്ന് ആ ഡോക്ടറോട് ചോദിക്കുന്നു. ഈ നാട്ടിൽ മായാണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, വളരെ നല്ലവനാണ്. അവനൊരു സുന്ദരിയായ മകളുണ്ട്. ആ കുട്ടിയെ ഞാൻ നിന്റെ മകന് വേണ്ടി സംസാരിച്ച് ശരിയാക്കാം എന്ന് ഡോക്ടർ പറയുന്നു. ശരി, വാ, മായാണ്ടിയെ പോയി കണ്ടുവരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഡോക്ടർ മൊത്തം ഹീറോയുടെ അച്ഛനും പുറപ്പെടുന്നു. അങ്ങനെ ആ മായാണ്ടിയെ കാണുന്നു. ഈ മായാണ്ടി പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു വീക്ക്നെസ് ഉള്ള ആളാണ്. മായാണ്ടിക്ക് ഭാര്യ വേറെ ഇല്ല എന്നതുകൊണ്ട്
എപ്പോഴും അയാൾ തന്റെ തെങ്ങിൻ തോപ്പിലിരുന്ന് അത്തരം കഥകൾ ഒരുപാട് വായിക്കും. ഇപ്പൊ പോലും അങ്ങനെ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഈ ഹീറോയുടെ അച്ഛൻ വരുന്നത്. മായാണ്ടിയെ വന്ന് അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്തിനാടാ കണ്ട സമയത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോ? കണ്ടാൽ ഒരു മുതലേ പോലെയുണ്ട്. നിന്റെ മകന് എന്റെ മുള തരണോ എന്ന് ചോദിച്ച് മായാണ്ടി അവിടെ പച്ചത്തറി വിളിക്കുന്നു. ഇതിന് പകരമായി ഹീറോയുടെ അച്ഛനും മായാണ്ടിയുമായി ഭയങ്കര വഴക്കാവുന്നു. ഇത് കാരണം മകന് ആ മായാണ്ടിയുടെ മകളെ തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരുന്നു. ഇവിടെ ഹീറോയിൻ ഒരു ടീച്ചർ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്കൂളിൽ വന്ന് ജോലി ചോദിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു മാഷ് നമ്മുടെ ഹീറോയിന്റെ ദേഹത്ത് കൈവച്ച് കുറച്ച് വഴിഞ്ഞ് സംസാരിക്കുന്നു. ഇതൊക്കെ കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇപ്പോൾ ആ സ്കൂളിന് മുന്നിൽ തന്നെ കുറച്ച് റൗഡി പയ്യന്മാർ ഇരിക്കുന്നുണ്ട്. ആ റൗഡി പയ്യന്മാരെ ഹീറോ അടിച്ച് ഒരു പരുവമാക്കുന്നു. എടാ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ, ഞങ്ങൾ എന്തിനാണ് നീ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഈ അടി നിനക്കുള്ളതല്ല, എൻ്റെ ഭാര്യ ഈ സ്കൂളിൽ സേഫായി ജോലി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവളോട് ആരെങ്കിലും വല്ലതും കാണിച്ചാൽ അവന് കിട്ടാൻ പോകുന്ന അടിയാണിത് എന്നവൻ പറയുന്നു. ഇത് കാണുന്ന ആ മാഷും, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മൾ എന്തിനാ ഇവിടെ ടീച്ചറായി ജോലിക്ക് എടുക്കുന്നത്? നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞു വിടുന്നു. ഇതിൽ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരുന്നു. ഞാനായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നേറാന്ന് വിചാരിക്കുമ്പോൾ അതിലും വന്ന് നീ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണോ എന്ന് പറഞ്ഞ് ഹീറോയോട് അവൾ വീണ്ടും ചൂടാവുന്നു. ഇവിടെ ഹീറോയുടെ അച്ഛൻ ഇപ്പോഴും തന്റെ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ മായാണ്ടിയെ കൺവിൻസ് ചെയ്ത് അയാളുടെ മകൾക്ക് തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഈ മായാണ്ടിക്ക് നേരത്തെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഷക്കീലയുടെ സിനിമ കാണാൻ അയാൾ ഇടയ്ക്കിടെ തിയേറ്ററിൽ പോകും. അന്നൊരു ദിവസം പടം ഹൗസ്ഫുൾ ആയി പോയി. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്നെ 2 ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് മായാണ്ടിക്ക് ഒരു ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നത്. ഈ കല്യാണാലോചന സംസാരിച്ച് ഉറപ്പിക്കണം എന്ന് അയാൾ കരുതുന്നു. അങ്ങനെ ആ ഷക്കീലയുടെ സിനിമ കാണിച്ച് അവിടെ തന്നെ മകന് മായാണ്ടിയുടെ മകളുടെ സമ്മതം അയാൾ ഉറപ്പിക്കുകയാണ്. ഇവിടെ ഹീറോയിന്റെ അച്ഛൻ നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട്, നീയെങ്കിലും എൻ്റെ മോളോടൊന്ന് സംസാരിക്കുക, അവളിങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കി വന്ന് ഇവിടെ നിൽക്കുന്നത് നല്ലതിനല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയിന്റെ അടുത്ത് അവളുടെ കൂട്ടുകാരിയും വന്നിട്ട്, എന്താടി ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? രാത്രി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോരാമോ? പൊടി, എല്ലാം ശരിയാവും, അതൊക്കെ പതിയെ മാറും എന്ന് പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ ശരിക്കും ആ രാത്രി എന്താണ് നടക്കുന്നത് എന്നുള്ള കഥ പറയുന്നത്. സത്യത്തിൽ അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് സമയം ഒരു 12 മണിയായി. അടുത്തുള്ള എൻ്റെ ഭർത്താവിനെ കാണാനില്ല. ഞാനും എല്ലാ സ്ഥലത്തും തിരിഞ്ഞു നോക്കി. ടോർച്ച് ലൈറ്റ് ഒക്കെ എടുത്ത് അടിച്ചു നോക്കി. അപ്പോഴാണ് വീടിന്റെ ജനലിന്റെ അവിടെ അവൻ ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ ഒളിച്ചിരുന്ന് ഒരു പ്രേതത്തെ പോലെ വന്ന് എൻ്റെ മുന്നിൽ നിന്നടി. അതിൽ ഞാൻ തന്നെ ബോധം കെട്ട് വീണു. ഇപ്പോൾ 2ാമത്തെ ദിവസത്തെ രാത്രിയും അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് താഴെ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദത്തിൽ സംസാരിച്ച് എന്നെ ചുറ്റി ചുറ്റി ഓടി വന്നു. 3ാമത്തെ ദിവസത്തെ രാത്രി അവൻ എന്തൊക്കെയോ ചൈനീസ് ഭാഷയൊക്കെ സംസാരിച്ച് വീണ്ടും പ്രേതത്തെ പോലെ പെരുമാറി. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇങ്ങനൊരു പ്രേതത്തിന്റെ കൂടെ ഞാൻ ഫാമിലി ആയിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് അവനോട് അവന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വരാൻ പറഞ്ഞത്. അതിനുശേഷം അവനോടൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്ക്, ഇത് പുറത്ത് ഓപ്പണായി തുറന്നു പറയാൻ എനിക്ക് കഴിയില്ല എന്ന് ഹീറോയിൻ പറയുന്നു. അത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ടിനും കാര്യം മനസ്സിലാവുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവൻ തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എന്റെ കൂടെ കിടന്നാൽ ഞാൻ എന്തൊക്കെയോ മോശമായി ബിഹേവ് ചെയ്യുന്നു എന്ന് എൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇതിനു ശേഷം രാത്രി എൻ്റെ കൂടെ കിടന്നുറങ്ങണം. ശരിക്കും ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നീ തന്നെ കണ്ടുപിടിച്ച് പറയണം എന്നവൻ പറയുന്നു. അങ്ങനെ ദിവസവും തന്റെ ഫ്രണ്ടിനോടൊപ്പം നമ്മുടെ ഹീറോ കിടന്നുറങ്ങാൻ തുടങ്ങുന്നു. ഇതൊക്കെ നാട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇവൻ സ്വന്തം ഭാര്യ പോയതിന് പോലും സങ്കടപ്പെടാതെ അവൻ തന്റെ ഫ്രണ്ടിനോടൊപ്പമാണല്ലോ എപ്പോഴും നടക്കുന്നത്, അവനൊപ്പമാണല്ലോ രാത്രി ഉറങ്ങുന്നത്, ഒരുപക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ലവിലാണോ എന്ന് ഹീറോയെയും അവന്റെ ഫ്രണ്ടിനെയും പറ്റി നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു. ഇവർ തെങ്ങിൻ തോപ്പിലിരുന്ന് ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്നത് കണ്ട് നാട്ടുകാർ അത് വീണ്ടും തെറ്റായി മനസ്സിലാക്കുന്നു. പ്രധാനമായും ഹീറോയുടെ ഫ്രണ്ടിന്റെ അച്ഛനാണെങ്കിൽ, എൻ്റെ മോനെ ഇതൊക്കെ വളരെ തെറ്റാണ്ടാ, മര്യാദയ്ക്ക് വന്നോ, നിനക്കാണെങ്കിൽ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, നീയും കല്യാണം കഴിക്കാതെ നിന്റെ ഫ്രണ്ടിന്റെ ഭാര്യ അവനെ വിട്ടു പോയതിനു ശേഷം അവന്റെ കൂടെ കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിച്ച് അവന്റെ മേൽ സംശയിക്കുന്നു. അയ്യോ അച്ഛാ, ഞാനൊരു ഫ്രണ്ട് എന്ന നിലയ്ക്കാണ് അവന്റെ കൂടെ കിടന്നുറങ്ങാൻ പോയത്, അല്ലാതെ ഞാനും ഒരു കുട്ടിയെ ലവ് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുമായി എനിക്ക് നിങ്ങളായിട്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് അവൻ പറയുന്നു. ഇവിടെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ആ മായാണ്ടി വരുന്നു. എൻ്റെ മകളെ നിന്റെ മകന് തരാൻ പറ്റില്ലടാ, നിന്റെ മകൻ വേറൊരു പയ്യന്റെ കൂടെയാണല്ലോ കിടന്നുറങ്ങുന്നത് എന്ന് അയാൾ പറയുന്നു. ഇതിൽ ഹീറോയുടെ അച്ഛനും ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ തന്റെ മകനെ വന്ന് അയാൾ അടിക്കുകയാണ്. എന്താടാ, നിന്റെ ഭാര്യ വിട്ടുപോയെന്ന് പറഞ്ഞ് ഇപ്പൊ നീ നിന്റെ ഫ്രണ്ടിന്റെ പുറകെ നടക്കുകയാണോ? അവനെ എന്താ നീ പ്രണയിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അയ്യോ അച്ഛാ, അതൊന്നുമില്ല, രാത്രിയിൽ ഞാൻ എന്തോ മോശമായി ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞില്ലേ, അതാണ് ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഉറങ്ങുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് അവിടെ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഹീറോയുടെ ഫ്രണ്ടും വരുന്നു. എടാ, നിന്റെ കൂടെ ഞാൻ 2-3 ദിവസം കിടന്നുറങ്ങിയതിൽ നിന്നും ഞാൻ പറയാണ്, രാത്രിയിലൊന്നും നീ ഒരു മോശമായ പെരുമാറ്റവും നടത്തിയിട്ടില്ല, സമാധാനമായിട്ടാണ് നീ ഉറങ്ങുന്നത്, നിന്റെ ഭാര്യ നുണ പറയാണ് എന്നവൻ പറയുന്നു. ഇത് കേട്ട് ഹീറോയ്ക്കും ദേഷ്യം വരുന്നു.
ഇനി അത്രേ ഉള്ളൂ, ഇതിനുശേഷം എന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നേരെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുന്നു, എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അവിടെ വണ്ടി എടുത്ത് തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് അവൻ വരുന്നു. അവിടെ ഹീറോയെ കാണുന്ന ഹീറോയിന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുകയാണ്. അവർ മകളുടെ റൂമിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഹീറോയിന്റെ അടുത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഈ 3 ദിവസം എന്റെ ഫ്രണ്ടിനോടൊപ്പം ഉറങ്ങി നോക്കി, എനിക്ക് ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല, ഞാൻ അവനെയും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, എന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, അതുകൊണ്ട് നീ എന്റെ കൂടെ വാ, ഇതിനുശേഷം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നവൻ പറയുന്നു. ഹീറോയിനും ഈ മൊമെന്റിനായി തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണോ, വലിയ സന്തോഷമായടാ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം പെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് തന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവർ പുറപ്പെടുന്നു. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ മകളെ യാത്രയാക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ തന്റെ ഭാര്യയെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ നാട്ടുകാരെല്ലാവരും കാണുന്നു. നാട്ടുകാരെല്ലാവരും കുഴപ്പമില്ലടാ, പ്രതാപ് വീണ്ടും ഭാര്യയുമായി ഒന്നിച്ചല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയും തന്റെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോയുടെ അച്ഛനും അത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ഭർത്താവും ഭാര്യയും ഇവരും ഒന്നിച്ച് അവരുടെ റൂമിൽ രാത്രി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോ വളരെ ഗാംഭീര്യത്തോടെ പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു കത്ത് കിടക്കുന്നുണ്ട്. ആ കത്തിൽ ഹീറോയിൻ എഴുതിയിരിക്കുന്നു, എടാ മതിയടാ, നിനക്ക് ആ സുഖം മാറിയിട്ടേ ഇല്ല, ഇതിനുശേഷവും നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്നെ വെറുതെ വിട്, ഇതിനുശേഷം എന്നെ വന്ന് വിളിക്കുകയേ ചെയ്യരുത് എന്ന് എഴുതി വെച്ചിട്ട് അവൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഹീറോയ്ക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇവള് നുണ പറയാണോ സത്യം പറയാണോ, നമ്മൾ ശരിക്കും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല. തന്റെ ഭാര്യയുടെ ഭാഗത്താണ് മുഴുവൻ പ്രശ്നവും എന്ന് കരുതി അവൻ വളരെ ദേഷ്യത്തോടെ വീണ്ടും തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്താടി നീ കരുതിയിരിക്കുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് ഓപ്പണായി പറയും, അല്ലാതെ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിച്ച് അവൻ അവിടെ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് അവന്റെ ഭാര്യ നീ രാത്രിയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ച് തന്റെ ഡ്രസ്സ് മാറ്റി കാണിക്കുന്നത്. അവളുടെ ശരീരം മുഴുവൻ നിരവധി മുറിവുകളുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് തന്നെ മനസ്സിലാവുന്നത് രാത്രി അവൻ ഉറക്കത്തിൽ തന്റെ ഭാര്യയെ തല്ലുന്നുണ്ടെന്ന്. അതെ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തന്റെ ഭാര്യയുടെ മേൽ എറിയുന്നുണ്ട്. കൈയും കാലും വെച്ച് ഭാര്യയെ അടിച്ചിട്ടുണ്ട്. അതിൽ നിരവധി വേദനകൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ അവൾ ഇവൻ ഉറക്കത്തിൽ സംസാരിക്കുന്നു, അഥവാ ഇവന് പ്രേതം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്തുള്ളവർ ഇവനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് പിടിച്ചു നിർത്തിയത്. എന്നാൽ ഇപ്പോൾ സത്യം പറഞ്ഞതോടെ ഹീറോ ആകെ തകർന്നു പോകുന്നു. ഇപ്പോൾ മഴയത്ത് നനഞ്ഞുകൊണ്ട് എന്ത് ജീവിതം അടയത് എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്നും തിരിച്ചു വരുന്നു. ഇപ്പോൾ ഈ സത്യം നമ്മുടെ ഹീറോയുടെ അച്ഛനും അറിയുന്നുണ്ട്. അദ്ദേഹമാണ് അവിടെ വന്ന് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പോകുന്ന വഴിയിൽ എന്താടാ പെണ്ണുമ്പിളെ കൂട്ടിക്കൊണ്ടുവന്ന ഒറ്റ ദിവസം കൊണ്ട് അവൾ തിരിച്ചു പോയോ എന്ന് ആ നാട്ടിലെ കുറച്ച് റൗഡികളൊക്കെ കളിയാക്കുന്നു. അതുവരെ തന്റെ മകനെ കണ്ടാൽ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ ആ റൗഡികളോടൊക്കെ വഴക്കിടുന്നു. എന്റെ മകനെ കുറിച്ചിട്ടാണോ നീ തെറ്റായി സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് മകന്റെ കൂടെ നിൽക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്റെ അച്ഛനോട് ഹീറോയ്ക്ക് ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ രാത്രി താൻ അങ്ങനെ പെരുമാറുന്നത് എങ്ങനെ നിർത്തും എന്നതാണ്. എങ്ങനെ വീണ്ടും തന്റെ ഭാര്യയോടൊപ്പം ചേരും, അവളുടെ സ്നേഹം എങ്ങനെ തനിക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് അവൻ പല പ്ലാനുകൾ ഇടുന്നു, ചിന്തിക്കുകയും ചെയ്യാണ്. ഇവിടെ ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ ഹീറോയിനെ മനസ്സിലാക്കാതെ, അവളോട് ശരിക്കും സംസാരിക്കാതെ, അവൾക്ക് ശരിക്കും ഭക്ഷണം പോലും കൊടുക്കാതെ അവളുടെ അച്ഛനും അമ്മയും പെരുമാറുന്നു. അമ്മ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്നെ മനസ്സിലാക്കാമ്മ, ഞാൻ ഇവിടെ നിൽക്കുന്നതിനും ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. മകൾ കരയുന്നത് കണ്ട് അച്ഛൻ്റെ കണ്ണും നിറയുന്നു. നീ വിഷമിക്കണ്ട മോളെ, നിനക്ക് ഇവിടെ നിൽക്കുന്ന കാലത്തോളം നിൽക്കാം, ഞങ്ങൾ ഇനി ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറഞ്ഞ് മകളെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ഹീറോ രാത്രി ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് വഴക്കിടുന്നത് എന്നൊക്കെ എൻ്റെ ഭാര്യ പറയുന്നുണ്ടല്ലോ, അതെനിക്കും കൂടി അറിയണമല്ലോ എന്ന് ചിന്തിക്കുന്നു. ആ കാലത്ത് എവിടെയാണ് ഈ വീഡിയോ ക്യാമറയും ഫോണും ഒക്കെ? അപ്പോഴാണ് അവൻ ആ ഫോട്ടോഗ്രാഫറെ ഓർമ്മ വരുന്നത്. നേരെ നമ്മുടെ ഹീറോ ആ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ആ ഫോട്ടോഗ്രാഫറെ കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു സഹായം ചെയ്യാൻ കഴിയോ? ഞാൻ ഉറങ്ങുന്നത് നീ ഒരു വീഡിയോ എടുക്കണം. അയ്യോ, നീ ആരുടെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് എന്നയാൾ ചോദിക്കുന്നു. അയ്യോ, അതൊന്നുമല്ല, ഞാനിവിടെ ഒരു വശത്ത് കിടന്നുറങ്ങും, അത് നീ ഒരു വീഡിയോ എടുക്കണം എന്ന് ഹീറോ പറയുന്നു. കുറച്ച് പൈസയൊക്കെ വാങ്ങി ആ ഫോട്ടോഗ്രാഫർ ആ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ആ ഫോട്ടോഗ്രാഫർ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്. എവിടെയാടാ വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ, എടാ ദായിരിപ്പുണ്ടാ കാസറ്റ്, എടുത്തുകൊണ്ട് പോയി കാണ്, ഇതിനുശേഷം ഞാൻ നിന്നെ വീഡിയോ എടുക്കാനേ വരില്ലടാ എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ രാത്രി ശരിക്കും താൻ ഉറങ്ങുമ്പോൾ എന്താണ് നടക്കുന്നത്, താൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആ കാസറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. താനൊരു ക്രൂരനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് അവന് മനസ്സിലാവുന്നു. അതെ, രാത്രിയിൽ നമ്മുടെ ഹീറോ ഭയങ്കരമായി കൈയും കാലും ഇളക്കിക്കൊണ്ട് അടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് ഒരു മൃഗത്തെ പോലെ അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഹീറോ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് തൻ്റെ ഭാര്യ താൻ കാരണം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഇപ്പോൾ ഹീറോ രാത്രി ഉറങ്ങാൻ കഴിയാതെ സങ്കടത്തോടെ സ്വന്തം വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയുടെ അമ്മ അടുത്തേക്ക് വരുന്നത്. മകനെ, നിന്നോടൊരു വലിയ സത്യം ഞങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, ആ സത്യം ഞാനിപ്പോൾ പറയാൻ പോവാണ്, നീ കേക്ക് എന്ന് പറഞ്ഞ് ഒരു കഥ പറയുന്നു. ശരിക്കും നമ്മുടെ ഹീറോയ്ക്ക് ചെറുപ്പത്തിൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഹീറോ എപ്പോഴും ആ അനിയത്തിയോടൊപ്പമായിരുന്നു കളിച്ചിരുന്നത്. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 3 നായ്ക്കൾ നമ്മുടെ ഹീറോയെ വളഞ്ഞു. ഹീറോ ആ നായ്ക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ ആ സമയത്ത് ഹീറോയുടെ അനിയത്തി ആ നായ്ക്കളുടെ മുന്നിൽ പെട്ടുപോയി. അങ്ങനെ ആ നായ്ക്കളെല്ലാം ചേർന്ന് ഹീറോയുടെ അനിയത്തിയെ കടിച്ചു കീറുന്നു.
അതിനുശേഷം ആശുപത്രിയിൽ നമ്മുടെ ഹീറോയും ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് അഡ്മിറ്റ് ആവുന്നു. ഈ സംഭവത്തിൽ ഹീറോയുടെ അനിയത്തി മരിക്കുന്നു. ഹീറോയ്ക്ക് അത് മെന്റലായി വലിയൊരു ആഘാതമാവുന്നു. തന്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം നമ്മുടെ ഹീറോയുടെ ഉള്ളിലുണ്ട്. ഇതിൽ നിന്നും ഹീറോയുടെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പുറത്തു വന്നത്. എന്നാൽ ഹീറോയ്ക്ക് അതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ ഓരോ ദിവസവും രാത്രി തന്റെ അനിയത്തിയെ രക്ഷിക്കുന്നതിനായി ഹീറോ എന്ത് സ്വപ്നം കണ്ടാലും, അതായത് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ വരൂ. എന്നാൽ ഹീറോ ആ സ്വപ്നത്തെ തന്നെ റിയാലിറ്റി ആയി കരുതി ഉറക്കത്തിൽ തന്നെ ആ സ്വപ്നത്തിൽ അവൻ എന്തൊക്കെ ബിഹേവ് ചെയ്യുന്നോ അങ്ങനെയൊക്കെ റിയാലിറ്റിയിലും പെരുമാറാൻ തുടങ്ങും. അങ്ങനെ സ്വപ്നത്തിൽ വഴക്കിടുന്നതായി കണ്ടാൽ അവിടെ റിയാലിറ്റിയിലും എഴുന്നേറ്റ് വഴക്കിടും. അതൊന്നും ഹീറോ അറിയുകയുമില്ല. അതുകൊണ്ടാണ് ഹീറോയെ അവിടെ അച്ഛനും അമ്മയും വേറെ റൂമിൽ ഉറക്കിയിരുന്നത്. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പൊ വരെയും ഹീറോ അങ്ങനെ തന്നെയാണ് എന്ന് അവന്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്കും തന്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ, അവനും ഇപ്പോൾ ആ മായാണ്ടിയുടെ മകളെയാണ് സ്നേഹിക്കുന്നത്. അവൻ ആ മായാണ്ടിയുടെ വീട്ടിൽ വന്ന് കല്യാണക്കാര്യം സംസാരിച്ച് ഉറപ്പിച്ചിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു. ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. എടാ, നിന്റെ കൂടെ കിടന്നപ്പോൾ മാത്രം ഞാനൊന്നും ചെയ്തില്ലെന്ന് നീ പറഞ്ഞല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. അല്ലടാ, ഞാനും കള്ളം പറഞ്ഞതാണ്. നീ എന്നെയും ഇട്ട് അടിച്ചു. എന്റെ പുറകെല്ലാം നോക്ക്, മുറിവാണുള്ളത്. അന്ന് നിന്റെ അച്ഛനും അമ്മയും ആ സത്യം പുറത്തു പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചത്. നിനക്കുള്ള പ്രശ്നം സത്യമാണ് എന്നവൻ പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും റിക്കവറായി വീണ്ടും തന്റെ ഭാര്യയോടൊപ്പം ചേരണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ തന്റെ ഫ്രണ്ടിനെയും കൂട്ടി അടുത്തുള്ള നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മീറ്റിംഗ് പോലെ നടക്കുന്നുണ്ട്. അതിൽ വിദേശത്ത് നിന്നും വന്ന ഒരു ഡോക്ടർ ഒരു സംഭവം ചെയ്തു കാണിക്കുന്നു. അതായത് ഇവിടെ ആര് വേണമെങ്കിലും എനിക്ക് സമാധാനമായി ഉറക്കാൻ കഴിയും എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്നും ഒരാളെ എഴുന്നേൽപ്പിച്ച് അയാളുടെ തലയിൽ ഒരു മാസ്ക് പോലെ വെക്കുന്നു. അങ്ങനെ സ്ലീപ്പ് എന്ന് പറഞ്ഞതും ആ വ്യക്തി അതുപോലെ ഉറങ്ങിപ്പോകുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് ഈ ഡോക്ടർക്ക് മാത്രമേ നമ്മളെ ചികിത്സിക്കാൻ കഴിയൂ എന്ന് തോന്നി. എന്നെ ഉറക്കാൻ കഴിയൂ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഹീറോയെയും സ്റ്റേജിൽ കയറ്റി അവനും ആ മാസ്ക് ഒക്കെ വെച്ചു കൊടുത്ത് സ്ലീപ്പ് എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ ഉറക്കത്തിലേക്ക് വീഴുന്നു. എന്നാൽ ഉറക്കത്തിൽ വരുന്ന സ്വപ്നത്തിൽ അവൻ അവിടെ എഴുന്നേക്കുകയാണ്. അവിടെ തന്നെ ഉറക്കിയ ഡോക്ടറെ തന്നെ അവനിട്ട് അടിക്കുന്നു. ഇത് കാണുന്ന ആ ഡോക്ടറും ഹീറോയെ തെറ്റിദ്ധരിച്ച്, എടാ, നിന്നെ ഉറക്കിയാൽ ഉറങ്ങാതെ വന്ന് എന്നെ അടിക്കുകയാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. എന്നാൽ ഹീറോയ്ക്ക് ബോധം വന്നതും ആ ഡോക്ടർക്ക് മാത്രമേ നമ്മുടെ അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയൂ എന്ന് കരുതി ഇപ്പോൾ ആ ഡോക്ടറുടെ വീട്ടിലേക്ക് ഹെൽപ്പ് ചോദിച്ച് ഹീറോ പോകുന്നു. ഡോക്ടറോട് തന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരു വിചിത്രമായ കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയെ വിളിച്ച് അദ്ദേഹം പരിശോധിക്കുന്നു. അങ്ങനെ ഹീറോയെ ഒരു പ്രത്യേക മുറിയിൽ ഉറക്കി നോക്കുന്നുണ്ട്. ഹീറോ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ആരെയോ അടിക്കുന്നത് പോലെയൊക്കെ ആംഗ്യം കാണിക്കുന്നു. അതൊക്കെ കാണുന്ന ഡോക്ടർക്കും ഒരുവിധം പേടിയാവുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ഡിസോർഡർ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. പൊതുവെ അമിതമായി കുടിക്കുന്നവർക്കും മെന്റൽ സ്ട്രെസ് ഉള്ളവർക്കുമാണ് ഈ ഡിസോർഡർ ഉണ്ടാവുന്നത്. ചെറുപ്പത്തിൽ നിനക്കുണ്ടായ സംഭവം കാരണമാണ് നിനക്ക് ഇങ്ങനെ ആയത്. ഇതിനുശേഷം നീ കുടിക്കുന്നതൊക്കെ നിർത്തണം, ഒരുപാട് യോഗ ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോയുടെ ബിഹേവിയേഴ്സിനെ തന്നെ അദ്ദേഹം പൂർണ്ണമായി മാറ്റുന്നു. ഹീറോയ്ക്ക് ഭാര്യയോടൊപ്പം ചേരണമെന്ന് ഉറപ്പിച്ച് ഓരോ ദിവസവും അവൻ വളരെ ശുദ്ധനായി പെരുമാറാൻ തുടങ്ങുന്നു. മറുവശത്ത് ഹീറോയിനും ഈ കരാട്ടയൊക്കെ പഠിച്ച് എപ്പോഴാണ് ഭർത്താവ് ആ അസുഖം ഭേദമാക്കി തന്നെ വന്ന് വിളിക്കുന്നത് എന്ന് കാത്തിരിക്കുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ ഹീറോ ആ ആശുപത്രിയിൽ താമസിച്ചാണ് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അതൊന്നും ഹീറോയുടെ അച്ഛന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്താടാ, ഒരു മെന്റൽ പോലെ ഈ ആശുപത്രിയിലൊക്കെ താമസിച്ച് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഇതൊന്നും ശരിയാവില്ലടാ, നീ വാടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോയെ വിളിക്കുന്നു. അച്ഛാ, നിങ്ങൾ നിർത്ത്, നിങ്ങളോടുള്ള പേടി കാരണമാണ് ഞാൻ ചെറുപ്പം മുതൽ പേടിച്ച് വളർന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളും കാരണമാണ് എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനെ കുറിച്ചും അവൻ പറയുന്നു. അപ്പോഴാണ് ഹീറോയുടെ അച്ഛനും നമ്മളെത്ര മോശമായിട്ടാണ് കുട്ടിയെ വളർത്തിയത്, അവന് ഫ്രീഡം പോലും കൊടുക്കാതെ ഒരു ഫ്രണ്ടിനെ പോലും പെരുമാറാതെ അവനെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയല്ലോ എന്നോർത്ത് ഫീൽ ചെയ്യുന്നത്. അതിനിടയിൽ ഹീറോയുടെ അച്ഛൻ കുറച്ച് മദ്യപിച്ച് നേരെ ഹീറോയിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. പ്രധാനമായിട്ടും ഹീറോയുടെ അച്ഛനെ ഇട്ട് അടിക്കുകയാണ്. ഇനി എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ മകൾക്ക് ഞാൻ വേറൊരു കല്യാണം കൂടി നടത്തി കൊടുക്കും, എന്നാൽ നിന്റെ മകന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഹീറോയിന്റെ അച്ഛനും പറയുന്നു. അങ്ങനെ രാത്രി നടന്ന സംഭവത്തിൽ ഹീറോയുടെ അച്ഛന് വയ്യാതാവുന്നു. ഇത് ഹീറോയും അറിയുന്നുണ്ട്. ഓടി പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. ഡോക്ടറോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങളുടെ അച്ഛൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിപ്പോയി, ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നതാണ് എന്ന് പറയുന്നു. ഹീറോ അവിടെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ഹീറോയിനും ഓടി വരുന്നു. ഹീറോയിനും നമ്മൾ കാരണമാണല്ലോ ഇപ്പോൾ ഈ കുടുംബം ഇത്രയേറെ കഷ്ടപ്പെടുന്നത്, ഒരു പക്ഷേ ആ അടികളൊക്കെ വാങ്ങി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നില്ലേ എന്നൊക്കെ അവളുടെ മനസ്സിൽ തോന്നുകയാണ്. എങ്കിലും അവിടെ ഹീറോയോട് അവൾക്ക് സംസാരിക്കാനോ ഒന്നും പറയാനോ കഴിയാതെ ഇപ്പോൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് അവൾ തിരിച്ചു പോകുന്നു. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം മാത്രമാണ് തോന്നുന്നത്, നമ്മൾ കാരണം നമ്മുടെ അച്ഛനും കഷ്ടം, നമ്മുടെ ഭാര്യയ്ക്കും കഷ്ടം. നമ്മുടെ ഭാര്യയോടൊപ്പം ചേരണമെന്ന് പറഞ്ഞ് നമ്മൾ ഇല്ലാത്തതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ അച്ഛനും ഇതൊന്നും ഇഷ്ടപ്പെടാഞ്ഞത്. മിണ്ടാതെ ഭാര്യയ്ക്ക് നമുക്ക് ഡിവോഴ്സ് കൊടുക്കാം, ചേരണ്ട എന്ന് കരുതി ഇപ്പോൾ ആ ഡോക്ടറെ വിളിച്ച് ഇതിനുശേഷം ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതൊക്കെ ഞാൻ നിർത്തുകയാണ് ഡോക്ടർ എന്ന് പറയുന്നു.
എൻ്റെ ജീവിതം പോകുന്നിടത്തോളം പോട്ടെ സാർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വളരെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മകൻ്റെ അരികിൽ വന്ന് ഹീറോയുടെ അച്ഛനും പറയുന്നുണ്ട്, മകനെ ഇതിനൊക്കെ നീ തകർന്നു പോകരുത്. നിന്റെ ഭാര്യ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നിനക്ക് ചെറുപ്പം മുതൽ നല്ലൊരു അച്ഛനെ കിട്ടിയില്ല. എപ്പോഴും ഞാൻ വഴക്ക് പറയാണെന്നല്ലേ നീ ചിന്തിച്ചത്? ഇതിനുശേഷം ഞാൻ നിനക്കൊരു ഫ്രണ്ട്ലി ആയ അച്ഛനായിരിക്കുവാടാ. ആ ഡോക്ടറാണോ നിന്നെ മാറ്റുന്നത്? ഞാൻ നിന്നെ മാറ്റി കാണിച്ചു തരാം. നിന്റെ ഭാര്യയോടൊപ്പം ചേരാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറയുന്നതൊക്കെ നീ ചെയ്യ് എന്ന് പറഞ്ഞ് ഇതിനു ശേഷം ഹീറോയുടെ അച്ഛൻ ഹീറോയ്ക്ക് നിരവധി പ്രാക്ടീസുകൾ കൊടുക്കാൻ തുടങ്ങുന്നു. ഭക്ഷണം കൊടുക്കുന്നു, ഒരുപാട് എക്സസൈസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ കുറച്ചായി നമ്മുടെ ഹീറോ മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യോഗ ചെയ്തും എക്സസൈസ് ചെയ്തും നമ്മുടെ ഹീറോ ഇപ്പോൾ രാത്രി ശരിക്കും ഉറങ്ങുന്നുണ്ടോ എന്ന് അച്ഛനെ ഇരുന്ന് നിരീക്ഷിക്കുന്നു. എങ്കിലും ഹീറോ ഇപ്പോൾ ആ രാത്രിയിൽ വഴക്കുണ്ടാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹീറോയിനും ഹീറോയെ കുറിച്ച് ചിന്തിച്ച് തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ, മറ്റു പെൺകുട്ടികളെ പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി ആ പ്രണയം മറക്കാൻ കഴിയാതെ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഹീറോ ഓരോ ദിവസവും ഉറങ്ങുന്നതും ആ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഉന്മേഷം കിട്ടുന്നത്. അന്ന് രാവിലെ ആ വീഡിയോ കാസറ്റ് ഇട്ട് നോക്കുമ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ ഹീറോ വളരെ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അവൻ എഴുന്നേറ്റിട്ടേയില്ല എന്നതിൽ കാണുന്നു. അവന് അതിൽ അതിയായ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഇത് അച്ഛനോടാണ് ആദ്യം വന്ന് പറയുന്നത്. ഹീറോയുടെ അച്ഛനും അത് വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. അത്രേ ഉള്ളൂടാ, ഇനി നിന്റെ വെയിറ്റിങ്ങിന് ഒരർത്ഥമില്ല. ഉടനെ നിന്റെ ഭാര്യയെ വിളിച്ചതിന് ശേഷം അവളോടൊപ്പം ജീവിക്ക്. നിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയും എൻ്റെ ഭാര്യയെ ഞാൻ പഞ്ചായത്തിൽ വെച്ചല്ലേ പിരിഞ്ഞത്, അങ്ങനെ ഈ നാട്ടുകാരൊക്കെ എന്നെ അപമാനിച്ച് സംസാരിച്ചല്ലോ. ഇപ്പോൾ ആദ്യം ഈ കാര്യം നാടിന് മുന്നിൽ പറയുന്നു. അങ്ങനെ പഞ്ചായത്തിൽ വെച്ച് ഞാൻ നല്ലവനാണെന്ന് തെളിയിച്ചിട്ട് അതിനുശേഷം എൻ്റെ ഭാര്യയെ പോയി വിളിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയുടെ അമ്മ ഹീറോയിനെ വിളിച്ചിട്ട് എൻ്റെ മകൻ അവനുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു, നീ നമ്മുടെ വീട്ടിലേക്ക് വരാൻ റെഡി ആയിരിക്കും മോളെ എന്ന് പറയുന്നു. ഹീറോയിനും പട്ടുസാരിയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഒരമ്പലത്തിൽ വന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, ഇതിനുശേഷം ഞാൻ രാത്രി ഉറക്കത്തിൽ വഴക്കുണ്ടാക്കാറില്ല എന്ന് പറഞ്ഞ് ആ വീഡിയോ കാസറ്റ് ഇട്ട് കാണിക്കുന്നു. അങ്ങനെ ഇതുവരെ നമ്മുടെ ഹീറോ രാത്രിയിൽ എങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കി, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്നതൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ അതൊക്കെ കാണുന്ന നാട്ടുകാർ പേടിച്ചു പോകുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ആ അസുഖത്തിൽ നിന്നും മുക്തി നേടിയതായി കാണിച്ച് ആ കാസറ്റ് ഇട്ട് കാണിക്കുന്നു. അത് കാണുന്ന നാട്ടുകാരും സന്തോഷിക്കുന്നു. എങ്കിലും നാട്ടിലെ പഞ്ചായത്ത് പറയുന്നുണ്ട്, ഒരു രാത്രി നീ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ട് നിന്റെ ഭാര്യയോടൊപ്പം നിനക്ക് ജീവിക്കാൻ ഞങ്ങൾ പെർമിഷൻ തരില്ല. കാരണം ഒരു രാത്രി നീ ഇങ്ങനെ ഇരുന്നിട്ട് അടുത്ത രാത്രി നീ വീണ്ടും ഉറക്കത്തിൽ വഴക്കുണ്ടാക്കിയാൽ നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പഞ്ചായത്തിന് മുന്നിലിരുന്ന് നീ ഇവിടെ ഉറങ്ങി കാണിക്കണം. ഇവിടെ നീ സമാധാനമായി ഉറങ്ങുന്നുവെങ്കിൽ അതിനുശേഷം നിന്റെ ഭാര്യയോടൊപ്പം നിനക്ക് ജീവിക്കാം എന്ന് പറയുന്നു. ഇപ്പൊ ഹീറോയും അവിടെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്? ഇപ്പൊ ഉച്ചയുമായി, എനിക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല, എനിക്ക് ഉറക്കം വരില്ല, രാത്രി വരെ വെയിറ്റ് ചെയ്യ്, നോക്കാം എന്ന് പറയുന്നു. ഒരുവിധം രാത്രിയായി ഹീറോ ഉറങ്ങുന്നു. ഒരുവിധം അവൻ ഉറങ്ങി തുടങ്ങി. അവൻ നന്നായി ഉറങ്ങുന്നുണ്ടല്ലോ എന്നെല്ലാവരും ഹീറോയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഹീറോയുടെ സ്വപ്നത്തിൽ തന്റെ അനിയത്തിയെ രക്ഷിക്കുന്നത് പോലെയും ആർമിയുമായി വഴക്കുണ്ടാക്കുന്നത് പോലെയൊക്കെ ഒരു സ്വപ്നം വരുന്നു. അങ്ങനെ ഹീറോയുടെ സ്വപ്നത്തിൽ വരുന്ന ആർമി മറ്റാരുമല്ല, ആ നാട്ടുകാർ തന്നെയാണ്. ഇപ്പോ ആ സ്വപ്നത്തിൽ നിന്നും ഹീറോ എഴുന്നേക്കാണ്. ചുറ്റുള്ള നാട്ടുകാരെയൊക്കെ അവൻ നോക്കുന്നുണ്ട്. എടാ, നിങ്ങളാണോടെ എന്നെ അനിയത്തി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവൻ പെട്ടെന്ന് സ്വപ്നത്തിൽ വഴക്കിടാൻ തുടങ്ങുന്നു. അതായത് സ്വപ്നത്തിൽ കണ്ടതൊക്കെ റിയാലിറ്റിയിൽ വഴക്കിടുകയാണ്. അങ്ങനെ എല്ലാ നാട്ടുകാരെയും അവൻ തല്ലിച്ചതയ്ക്കുന്നു. ഇനിയും ഈ അസുഖം മാറിയിട്ടില്ല എന്ന് കരുതി ഇപ്പോൾ നാട്ടുകാർ മൊത്തത്തിൽ ഹീറോയുടെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നു. അതും ഒരു വടിയെടുത്ത് നാട്ടുകാരെ എല്ലാം ഹീറോ കണക്കിന് പൊതിരെ തല്ലുകയാണ്. അതിനുശേഷം ആ വഴക്കൊക്കെ തീർത്ത് അവൻ ആ സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഹീറോ എഴുന്നേൽപ്പിക്കുകയാണ്. എടാ, നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടുവന്ന് അവളോടൊപ്പം ജീവിക്കലടാ. ഇപ്പൊ നീ ഉറക്കത്തിലായിരിക്കുമ്പോൾ നാട് മുഴുവൻ നിന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിയടാ. നിന്റെ ഭാര്യ പാവാടാ, അവളെ വെറുതെ വിട് എന്ന് പറയുന്നു. ഹീറോ ആകെ തകർന്നു പോകുന്നു. ഞാൻ എന്ത് ചെയ്താലും ഈ അസുഖം മാറില്ല എന്നാണ് തോന്നുന്നത് എന്ന് കരുതി ഇതിനുശേഷവും അവളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, വേണ്ടാതെ ഡിവോഴ്സ് കൊടുക്കാമെന്ന് കരുതി തന്റെ ഭാര്യയ്ക്കുള്ള ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പുവെച്ച് അവൻ അമ്മയുടെ പക്കൽ കൊടുത്തുവിടുന്നു. അങ്ങനെ ഇവിടെ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഹീറോയിന് അവിടെ വലിയൊരു ആഘാതം സംഭവിക്കുന്നു. അവളുടെ അമ്മായിയമ്മ ആ ഡിവോഴ്സ് നോട്ടീസുമായി വന്ന്, ഇനിയും അവൻ ആ അസുഖം മാറിയിട്ടില്ല മോളെ, അവന്റെ കൂടെ നിന്ന് നീ കഷ്ടപ്പെടരുത്, നിന്റെ ജീവിതം നോക്കി നീ പോ മോളെ എന്ന് പറയുമ്പോൾ അവൾ പൂർണ്ണമായും തകർന്നു പോകുന്നു. ഇപ്പോൾ ദിവസങ്ങൾ കടന്നു പോവാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഇതിനുശേഷവും ആ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. നമുക്കാണല്ലോ അധികം ദേഷ്യം വരുന്നത്. രാത്രിയിലൊക്കെ വഴക്കിടുന്നതല്ലേ, വേണ്ടാതെ പോയി ആർമിയിൽ ചേരാം എന്ന് തീരുമാനിച്ചിട്ട് ആ നാട് വിട്ട് പുറപ്പെടുന്നു. എന്നാൽ ഹീറോ നാട് വിട്ടു പോകുന്ന വിവരം അവന്റെ ഭാര്യ അറിയുന്നു. ഇവനെ പോകാൻ അനുവദിക്കരുത് എന്ന് കരുതി അവൾ ആ വഴിയിൽ വന്ന് തടയുന്നു. നീ എങ്ങോട്ടേക്കും പോരുത്, എന്റെ കൂടെ തന്നെ നിൽക്ക് എന്ന് അവൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയെ തനിച്ച് മാറ്റി നിർത്തി അവൾ സംസാരിക്കുകയാണ്. എന്താടാ, നീ ഇല്ലാതെ ഞാൻ മാത്രം ജീവിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്തു വന്നാലും നമുക്കത് നോക്കാം, ദയവ് ചെയ്ത് എന്റെ കൂടെ തന്നെ നിൽക്കടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കെഞ്ചുന്നു. ഇതിനുശേഷം നിന്റെ കൂടെ നിന്ന് ഞാൻ തന്നെ നിന്നെ ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ സ്വീകരിക്കുന്നു.
ഇപ്പോൾ നമ്മുടെ ഹീറോ തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് ജീവിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം, ഇപ്പോൾ എങ്ങനെയാണ് ഹീറോയുടെ ഭാര്യ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൾ രാത്രിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്ലൗസ്, പാഡ്, ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് തന്റെ ഭർത്താവിന്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. അങ്ങനെ ഭർത്താവ് അവളെ അടിക്കാനോ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ട് അത് തന്റെ ഭാര്യയോട് ബിഹേവ് ചെയ്യാനോ വന്നാൽ അവനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നു. സത്യത്തിൽ ഇത് ആ ഡോക്ടർ പറഞ്ഞു കൊടുത്ത മെത്തേഡാണ്. കാരണം നമ്മുടെ ഹീറോ അമ്മയുടെ സംരക്ഷണത്തിൽ ഉറങ്ങാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ബിഹേവിയർ അവൻ കാണിക്കുന്നത്. അങ്ങനെ നീ ഭാര്യയായി മാത്രം ഇരിക്കാതെ അവനൊരു അമ്മയുമായിരുന്ന് അവനെ നീ കുറച്ചു കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സഹിച്ചു പോയാൽ ഫ്യൂച്ചറിൽ അവൻ അസുഖം ഭേദമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഭർത്താവ് ഫ്യൂച്ചറിൽ ശരിയാകും എന്നൊരു ഹോപ്പോടെ ദിവസവും ആ ഭാര്യ ജീവിക്കുന്നതായി കാണിച്ച് ഈ സിനിമയുടെ കഥ ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി എടുത്തതാണ് എന്ന് കാണിച്ച് സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.